നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. ഞാൻ റിജു രാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള മാർക്കണ്ഡേയ സമസ്യാപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മാർക്കണ്ഡേയ സമസ്യാപർവത്തിലെ കലിയുഗ അന്ത്യത്തിൽ ലോകത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു ഉപകഥയിലേക്ക് കടക്കുകയായിരുന്നു. ബ്രാഹ്മണ മാഹാത്മ്യത്തെക്കുറിച്ചിട്ട് വീണ്ടും കേൾക്കണമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞ പ്രകാരം ബ്രാഹ്മണരുടെ മാഹാത്മ്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ആ കഥകൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്നലെ നമ്മൾ കേട്ടു തുടങ്ങിയത് പരീക്ഷത്ത് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കഥയാണ്. ഇത് നമ്മൾ ഈ മഹാഭാരതത്തിൽ നമ്മൾ കാണുന്ന ജനമേജയൻ്റെ അച്ഛനായിട്ടുള്ള പരീക്ഷിത്തല്ല. ഇത് ഇക്ഷ്വാകു വംശം, അതായത് ശ്രീരാമൻ്റെ വംശത്തിലുണ്ടായിരുന്ന ഒരു രാജാവാണ് പരീക്ഷിത്ത് രാജാവ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം വേട്ടയ്ക്ക് വേണ്ടിയിട്ട് കാട്ടിൽ പോയ സമയത്ത് കുതിര ക്ഷീണിച്ച സമയത്ത് താമരക്കുളത്തിൻ്റെ അടുത്ത് നിന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചു. അതിനുശേഷം താമര ചെടികളൊക്കെ പറിച്ച് കുതിരയ്ക്ക് കൊടുത്തു. കുതിര അതിൻ്റെ വിശപ്പൊക്കെ അടക്കി നിൽക്കുന്ന സമയത്ത് സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയെ കണ്ടു. അപ്പോൾ യുവതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിസുന്ദരിയായിരുന്നു അവൾ. അവളോട് അതിഭയങ്കരമായിട്ടുള്ള പ്രണയവും കാമവും തോന്നിയ രാജാവ് അത് അവിടെ അടുത്ത് നിന്ന് ഉണർത്തിച്ചു. അപ്പോൾ അവൾ ഒരു ഉപാധി വെച്ചു. അവൾ പറഞ്ഞ ഉപാധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അങ്ങേ വരിക്കാം, പക്ഷേ എന്നെ ഒരു കാരണവശാലും വെള്ളം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അങ്ങ് ഉണ്ടാക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങേ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ വെച്ച് വിവാഹം കഴിച്ചു. ശേഷം അവൾ കാമകളികളിൽ വളരെയധികം വിദഗ്ധയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ രാജാവ് പൂർണ്ണമായിട്ടും അവളുടെ പിടിയിൽ പെട്ടുപോയി. അങ്ങനെ രാജാവ് സമയം പോയത് അറിഞ്ഞില്ല. അവിടെ ക്രീഡകളിൽ പെട്ടിട്ട് രാജാവ് കാട്ടിൽ തന്നെ കഴിഞ്ഞു. അപ്പോൾ രാജാവിനെ കാണാനിട്ട് സൈനികരെല്ലാവരും കൂടെ തിരിഞ്ഞ് കാട്ടിലേക്ക് ചെന്നു. കാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ രാജാവ് യുവതിയോടൊപ്പം കഴിയുന്ന കാഴ്ചയാണ് അവരെല്ലാവരും കൂടെ കണ്ടത്. വന്നുചേർന്ന സൈനികരുടെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരവും അപേക്ഷപ്രകാരവും രാജാവ് സഹധർമ്മിണിയോടൊപ്പം പല്ലക്കിൽ കയറി കൊട്ടാരത്തിലേക്ക് വന്നു. കൊട്ടാരത്തിലേക്ക് വന്നെങ്കിലും വളരെ നിഗൂഢത നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അവർ ജീവിച്ചത്. അന്തഃപുരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രി ചെന്ന് അവിടുത്തെ പരിചാരകരായിട്ടുള്ള സ്ത്രീകളോട് ചോദിച്ചു, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ എന്താണ് ഗൂഢമായിട്ട് നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ആ കൊട്ടാരത്തിലേക്ക് ഒരിക്കലും വെള്ളം കടത്തിവിടുന്നില്ല, അതുമാത്രം ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് മന്ത്രി രാജകൊട്ടാരത്തിനടുത്ത് കൃത്രിമമായിട്ട് ഒരു വനമുണ്ടാക്കി അവിടെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം അതിനോട് ചേർന്നിട്ട് ഒരു വലിയ കുളവുമുണ്ടാക്കി. അതിമനോഹരമായിട്ടുള്ള കൽപ്പടവുകളൊക്കെ പണിത തെളിനീരാലിട്ട് നിറഞ്ഞ ആ കുളം വലിയ മതിൽ കൊണ്ട് ചുറ്റി മറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജാവ് ഈ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ വിശപ്പും ദാഹവും ഒക്കെ ആയിട്ട് തളർന്നിരിക്കുകയായിരുന്നു. ഇവർ ഈ കൊട്ടാരത്തിലിരിക്കുന്ന സമയത്ത് ജലപാനം പോലും കഴിക്കാതാണ് ഇരുന്നത്. വെള്ളം ദേവി കാണരുത് എന്നുള്ള ഒരു നിർബന്ധം രാജാവിനുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ത്രീയുടെ പീഡയിൽ പൂർണ്ണമായിട്ടും പെട്ട രാജാവ് രാജധർമ്മമെല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടെ ഒരു അടിമയെപ്പോലെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പൂന്തോട്ടത്തിലേക്ക് എത്തിയ രാജാവ് മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലം കണ്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തെളിനീര് കൊണ്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ആ കുറേ നാളുകളായിട്ട് കുളിക്കാതെയും വെള്ളം കുടിക്കാതെയും ഒക്കെ ഇരുന്ന രാജാവിന് ഈ കുളം കണ്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായി. ഭാര്യയും വിളിച്ചുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ദേവി നമുക്കിതിൽ ഇറങ്ങി കുളിക്കാമെന്ന് പറഞ്ഞു. ആ സ്ത്രീ വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങി. രാജാവും മുങ്ങി. പക്ഷേ രാജാവ് മാത്രമേ തിരിച്ച് മുങ്ങിയുള്ളൂ. അവളെ പിന്നെ കണ്ടേയില്ല. ആ സ്ത്രീ എവിടെ പോയെന്ന് അറിയാൻ വയ്യാതെ രാജാവിന് ഭയങ്കര ആധിയായി. ആ പൂങ്കാവനം മുഴുവൻ തപ്പി നടന്നിട്ടും കണ്ടില്ല. പിന്നെ കുളം വറ്റിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. കുളം വറ്റിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം അതിൻ്റെ അകത്തുള്ള ഒരു കുഴിയിൽ നിന്നും വലിയൊരു തവളയെ കണ്ടു. അപ്പോൾ ആ തവള തൻ്റെ ഭാര്യയെ പിടിച്ച് വിഴുങ്ങിയിട്ടുണ്ടാവുമെന്ന് തീരുമാനിച്ചിട്ട് രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. എല്ലാവരും തവളകളെ കൊല്ലണം എന്ന് പറഞ്ഞു. കൂടുതൽ തവളകളെ കൊല്ലുന്നവർക്കൊക്കെ ഒരു സമ്മാനവും തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥയുടെ പേര് ഓരോ ഭാഗത്തിനും ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ മിക്കവാറും സമയങ്ങളിൽ അത് പറയാറുണ്ട്, എന്നാലും ചില സമയങ്ങളിലൊക്കെ അത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോകാറുണ്ട്. ഇവിടെ ഈ കഥയുടെ പേര് മണ്ഡൂകോപാഖ്യാനം എന്നാണ്. മണ്ഡൂകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവള. മണ്ഡൂകോപാഖ്യാനത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഉപാപർവത്തിലെ അകത്തുള്ള ചെറിയ ചെറിയ കഥകളാണ്.
അപ്പോൾ ഈ തവളകളെ കൊല്ലാൻ വേണ്ടിയിട്ട് രാജാവ് വിളംബരം പുറപ്പെടുവിച്ച് ഞങ്ങളെല്ലാവരും കൂടെ തവളകളെ കൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ തവളകൾക്ക് വംശനാശം സംഭവിക്കുന്ന ഒരു അവസ്ഥ എത്തിച്ചേർന്നു. തവളകളെല്ലാം കൂടെ തങ്ങളുടെ രാജാവായിട്ടുള്ള മണ്ഡൂക രാജാവിൻ്റെ അടുത്ത് നിന്നിട്ട് സങ്കടം പറഞ്ഞു. മണ്ഡൂക രാജാവ് അങ്ങനെ ഒരു മഹർഷിയുടെ വേഷത്തിൽ ഈ പരീക്ഷിത് രാജാവിൻ്റെ അടുത്ത് നിന്നിട്ട് സങ്കടം പറഞ്ഞു, രാജാവെ, ഇങ്ങനെ തവളകളെ കൊല്ലുന്നത് വലിയൊരു അധർമ്മമാണ് ചെയ്യുന്നത്. അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവർക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമുള്ള ജീവികളല്ലേ, അങ്ങ് ഒരു രാജാവല്ലേ, അങ്ങയുടെ പ്രജകളിൽപ്പെട്ടവരല്ലേ ഈ തവളകളും, അവരെ കൊല്ലുന്നത് അധർമ്മമാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കോപത്തോടു കൂടിയിട്ട് രാജാവ് ആ മണ്ഡൂക രാജാവിനോട് പറഞ്ഞു. മണ്ഡൂക രാജാവ് മഹർഷിയുടെ വേഷത്തിലാണ് വന്നത്. മഹർഷിയോട് പറഞ്ഞു, മഹർഷി, അങ്ങ് ഇത് മാത്രം എന്നോട് പറയരുത്, ഈ തവളകൾ എൻ്റെ ശത്രുക്കളാണ്. കാരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രേമഭാജനമായിട്ടുള്ള എൻ്റെ ഭാര്യയെ പിടിച്ചു തിന്നത് ഒരു തവളയാണ്. അതുകൊണ്ട് ഞാൻ ഈ തവളകളെല്ലാം ഉന്മൂലനാശനം വരുത്താതെ ഞാൻ അടങ്ങുകയില്ല. രാജാവ് ഇത് പറഞ്ഞു കേട്ടപ്പോൾ മഹർഷിയുടെ രൂപത്തിലുള്ള മണ്ഡൂക രാജാവ് നടുങ്ങിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ തവളകളുടെ രാജാവായിട്ടുള്ള മണ്ഡൂക രാജാവായിട്ടുള്ള ആയുസ് എന്ന് പറയുന്ന രാജാവാണ്. എൻ്റെ മകളുടെ പേരാണ് സുശോഭന. എന്നാൽ അവളുടെ പേര് പോലെ അത്ര മനോഹരമല്ല അവളുടെ സ്വഭാവം. അതീവ സൗന്ദര്യമുള്ളവളാണെങ്കിലും അവൾ ഇതുപോലെ ഒരുപാട് രാജാക്കന്മാരെ ചതിച്ചിട്ടുണ്ട്. ഇത് കേട്ടിട്ട് രാജാവിന് അതിഭയങ്കരമായിട്ടുള്ള അത്ഭുതമായി. ഒരു തവള രാജകുമാരിയാണ് താൻ വിവാഹം കഴിച്ചതെന്ന്. എങ്കിലും അവളുടെ സൗന്ദര്യം ഓർത്തിട്ട് രാജാവ് ആ മണ്ഡൂക രാജാവിനോട് അഭ്യർത്ഥിച്ചു, ദയവ് ചെയ്ത് അങ്ങ് എൻ്റെ ഭാര്യയെ എനിക്ക് തിരിച്ചു തരണം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവളെ തിരിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ തവളകളെ കൊല്ലുന്ന ഈ ഒരു പ്രവൃത്തി ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാം എന്ന് പറഞ്ഞു. രാജാവിൻ്റെ തീവ്ര ദുഃഖം കണ്ടിട്ട് മണ്ഡൂക രാജാവ് തൻ്റെ മകളെ വീണ്ടും രാജാവിന് കൊടുത്തു. രാജാവിന് കൊടുത്ത സമയത്ത് മകളോട് പറഞ്ഞു, നീ നിൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ച് ധർമ്മത്തോടു കൂടിയിട്ട് കഴിയുക. പിന്നെ മകളുടെ ഇതുവരെ കാണിച്ചിട്ടുള്ള ആ വിക്രയങ്ങളെയും ദുശീലങ്ങളെയൊക്കെ ഓർത്തിട്ട് അവളെ ശപിക്കുകയും ചെയ്തു. നിനക്ക് അബ്രാഹ്മണരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവട്ടെ എന്നുള്ള ശാപം അവൾക്ക് കൊടുത്തു. രാജാവിന് ഭാര്യയെ തിരിച്ചു കിട്ടിയപ്പോൾ ജീവൻ തിരിച്ചു കിട്ടുകയായിപ്പോയി. സുഹൃതക്രിയകളിൽ അതിവിദഗ്ധയായിട്ടുള്ള അവളുടെ ആ ഒരു പിടിയിൽ പെട്ടുകിടക്കായിരുന്നു രാജാവ്. അങ്ങനെ വീണ്ടും അവളോടൊട്ട് ക്രീഡിച്ച് വളരെ നാൾ രാജാവ് അവിടെ കഴിഞ്ഞു. ആ സമയത്ത് അവർക്ക് 3 കുട്ടികളുണ്ടായി. ശലൻ, ദലൻ, ബലൻ എന്നിങ്ങനെയായിരുന്നു കുട്ടികളുടെ പേരുകൾ. രാജാവിന് പ്രായമായതിനു ശേഷം രാജാവ് മൂത്തപുത്രനായിട്ടുള്ള ശലനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അതിനുശേഷം രാജാവ് തപസ്സനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയി. ശലൻ രാജാവായി തീർന്ന ശലൻ ഒരു ദിവസം നായാട്ടിന് വേണ്ടിയിട്ട് കുതിരകളെ പൂട്ടിയ തേരിൽ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു മാനിനെ പിന്തുടരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ മാനിനെ പിന്തുടരുന്ന സമയത്ത് ആ മാനിൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ആ കുതിരകൾക്ക് സാധിച്ചില്ല. ആ സമയത്ത് സൂതൻ പറഞ്ഞു, രാജാവെ, അങ്ങ് വെറുതെ അതിനെ പിന്തുടരണ്ട. വാമ്യങ്ങളെ കെട്ടിയാൽ പോലും അങ്ങേക്ക് അതിനെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാമ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാമദേവൻ എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ കുതിരകളാണ്. വളരെ പ്രശസ്തങ്ങളായിട്ടുള്ള കുതിരകളായിരുന്നു. വാമ്യങ്ങളെക്കുറിച്ചിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ്, ആ വാമ്യങ്ങളെ എനിക്ക് വേണം, അതിനെ എവിടെ കിട്ടുമെന്ന് ഈ സൂതനോട് ചോദിച്ചു. അപ്പോൾ സൂതനൊന്നും മിണ്ടാതിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ചെന്നിട്ട് വാമദേവനോട് കുതിരകളെ ചോദിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ശാപമുണ്ടാക്കുമെന്നുള്ള ഭയം സൂതനുണ്ടായി. അതുകൊണ്ട് സൂതനൊന്നും മിണ്ടാതിരുന്നു. ആ സമയത്ത് രാജാവിന് അസഖ്യമായിട്ടുള്ള കോപമുണ്ടായി. വാള് ഉറയിൽ നിന്ന് ഊരി അവൻ്റെ തലയ്ക്ക് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് ആ കുതിരകളുടെ അടുത്തേക്ക് എന്നെ എത്തിക്കുക, അല്ലെങ്കിൽ നിൻ്റെ തല ഞാൻ തെറിപ്പിച്ച് കളയെന്ന് പറഞ്ഞു. ഇങ്ങനെ ജീവനിൽ പേടിച്ചിട്ടുള്ള സൂതൻ വാമദേവ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ആ തേരിനെ പായിച്ചു. വാമദേവ ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് ശലൻ അവിടെ നിന്ന് ഇറങ്ങി ചെന്നിട്ട് വാമദേവ മഹർഷിയോട് അദ്ദേഹത്തിൻ്റെ കുതിരകളായിട്ടുള്ള വാമ്യങ്ങളെ വേണമെന്ന് പറഞ്ഞു. മഹർഷി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, നിൻ്റെ ഉപയോഗം കഴിഞ്ഞ ഉടനെ നീ അതിനെ എനിക്ക് തിരിച്ചുകൊണ്ട് തരണം. അങ്ങനെ ഒരു കരാറിന്മേലാണെങ്കിൽ ഞാൻ നിനക്കതിനെ തരാമെന്ന് പറഞ്ഞു. രാജാവ് ആ കരാറൊക്കെ സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ രാജാവ് ആ കുതിരകളുമായിട്ട് രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് രാജാവ് ആ മാനിനെ കണ്ടു. ഈ കുതിരകളുടെ സഹായത്തോടു കൂടിയിട്ട് മാനിനെ പിടിക്കുകയും ചെയ്തു. അപ്പം ഇത്രയും വേഗത്തിലോടുന്ന കുതിരകളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ശലന് ഇതിനോട് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായി. ശലന് സൂതനോട് പറഞ്ഞു, ഈ ബ്രാഹ്മണൻ എന്തായാലും കുതിരകളുടെ ആവശ്യമില്ല, ഇത് എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നതാണ്, ക്ഷത്രിയനാണ് കുതിരയുടെ ആവശ്യം. അതുകൊണ്ട് ഞാനിനി അതിനെ വാമദേവന് തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല
എന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ട് രാജകൊട്ടാരത്തിലെ കുതിരാലയത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. 1 മാസം കഴിഞ്ഞിട്ടും രാജാവ് തൻ്റെ കുതിരകളെ തിരിച്ച് തരാതെ കണ്ട വാമദേവ മഹർഷി തൻ്റെ ഒരു ശിഷ്യനെ വിളിച്ചിട്ട് രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ കുതിരകളെ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. വാമദേവൻ്റെ ശിഷ്യനായിട്ടുള്ള ആത്രേയകുലത്തിൽപ്പെട്ട ആ ശിഷ്യൻ അവൻ അവിടെ ചെന്നിട്ട് രാജാവിനോട് ആവശ്യപ്പെട്ടു. വാമദേവ മഹർഷി ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ കുതിരകളെ കരാറ് പ്രകാരം തിരിച്ചു കൊടുക്കണമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശലൻ വളരെ പുച്ഛത്തോടു കൂടിയിട്ട് പറഞ്ഞു, ബ്രാഹ്മണർക്ക് കുതിരകളുടെ ഒരു ആവശ്യമില്ല. നായാട്ട് നടത്തേണ്ടതും യുദ്ധത്തിന് പോകുന്നതും രാജാക്കന്മാരാണ്. അതുകൊണ്ട് ക്ഷത്രിയന്മാർക്കാണ് കുതിരകളെ ആവശ്യം. ബ്രാഹ്മണർക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നീ തിരിച്ചു പൊക്കോളൂ. അത് ഞാൻ തിരിച്ചു തരുന്നില്ല എന്ന് നീ ചെന്ന് നിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പറയൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. ശിഷ്യൻ തിരിച്ച് വന്നിട്ട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വാമദേവ മഹർഷിയോട് പറഞ്ഞു. ഇത് കേട്ടിട്ട് അതീവ കോപത്തോടു കൂടിയിട്ട് വാമദേവ മഹർഷി നേരിട്ട് തന്നെ എന്നിട്ട് ശലൻ്റെ അടുത്ത് നിന്നിട്ട് തൻ്റെ കുതിരകളെ മടക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. വാമദേവൻ ശലനോട് പറഞ്ഞു, ശല, നീ നിൻ്റെ അസാധ്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ എൻ്റെ കുതിരകളെ കൊണ്ട് നീ നടത്തി കഴിഞ്ഞിരിക്കുന്നു. നീ വാക്കുപ്രകാരം എൻ്റെ കുതിരയെ തിരികെ തരിക, അല്ലെങ്കിൽ വരുണവാശമേറ്റ് നീ ഇവിടെ മരിച്ചു വീഴും. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ എൻ്റെ കുതിരകളെ തിരികെ തരുന്നതാണ് നല്ലത്. ഇത് കേട്ടിട്ട് രാജാവ് നിന്ദയോട് കൂടിയിട്ട് വാമദേവനോട് പറഞ്ഞു, മഹർഷി, നിങ്ങളെപ്പോലുള്ളവർക്ക് കാളകളെ പൂട്ടിയ വണ്ടിയാണ് ഏറ്റവും നല്ലത്. തന്നെയല്ല, ഛന്ദസ്സാണ് ബ്രാഹ്മണർക്ക് എപ്പോഴും ചേരുന്ന വാഹനം. വാമദേവൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഛന്ദസ്സാണ് ഞങ്ങളുടെ വാഹനം. പക്ഷേ അത് ഇഹലോകത്തിലല്ല, പരലോകത്തിലാണ് ഞങ്ങൾക്ക് വേണ്ടി വരുന്നത്. എനിക്കും എൻ്റെ കൂട്ടർക്കും ഈ ലോകത്തിൽ ഇത് തന്നെയാണ് വാഹനം. അതുകൊണ്ട് നീ എൻ്റെ കുതിരകളെ തിരിച്ചു തന്നേ പറ്റൂ. ഇത് കേട്ടിട്ടുള്ള ശലൻ എന്ന് പറയുന്ന രാജാവ് അഹങ്കാരത്തോടു കൂടിയിട്ട് വീണ്ടും വാമദേവനെ അവമാനിച്ചുകൊണ്ട് പറഞ്ഞു, മഹർഷി, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു കോവർ കഴുതയോ 2 പെൺകുതിരകളെയോ അല്ലെങ്കിൽ 2 കാളകളെയോ തരാം. അതിനെ കിട്ടിയ തേരിൽ അങ്ങ് തിരിച്ചു പൊക്കോളൂ. ഈ വേഗമേറിയ കുതിരകൾ അങ്ങേക്ക് ആവശ്യമില്ല. അത് രാജാവിനെ അലങ്കരിക്കേണ്ടതാണ്. അപ്പോൾ വാമദേവൻ രാജാവിന് മുന്നറിയിപ്പ് കൊടുത്തു, ഞങ്ങളുടെ ഘോരമായിട്ടുള്ള തപസ്സിനെക്കുറിച്ച് നിനക്ക് ഒരു അറിവുമില്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ തപശക്തിയാൽ ഞാനിപ്പോഴേ ഇരുമ്പ് പോലെ ദേഹമുള്ള 4 രാക്ഷസന്മാരെ ഇവിടെ സൃഷ്ടിക്കും. അവർ നിന്നെ ശൂലത്താൽ കുത്തിക്കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ശല, നീ ആ കുതിരകളെ എനിക്ക് തിരിച്ചു തരിക. ഇത് കേട്ടിട്ട് രാജാവ് പറഞ്ഞു, വാമദേവ, നീ ഒരു ബ്രാഹ്മണൻ തന്നെയാണോ? നിൻ്റെ മനസ്സ് മുഴുവൻ ഹിംസയാണല്ലോ. ഇങ്ങനെ ഹിംസാത്മകനായിട്ടുള്ള ഒരാളെ കൊല്ലുന്നത് കൊണ്ട് ഒരു പാവവുമില്ല. ഞാനിപ്പം എൻ്റെ പടയാളികളെ വിട്ടിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. വാമദേവനും കോപത്തോടു കൂടിയിട്ട് തിരിച്ചു പറഞ്ഞു, ഇവിടെ രാജാവേ, താൻ എന്ത് വാക്ക് പറഞ്ഞിട്ടാണ് കുതിരകളെ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ട് പോയത്? ആ കുതിരകളെ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടല്ലേ? നീ വാക്ക് തെറ്റിച്ചിരിക്കുകയാണ്. നീ ബ്രാഹ്മണ കോപത്തിന് ഇപ്പോൾ ഇരയാവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മാർക്കണ്ഡേയൻ യുധിഷ്ഠിരനോട് കഥ തുടരുകയാണ്. ഇപ്രകാരം തന്നെ അപമാനിച്ച രാജാവിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് വാമദേവ മഹർഷി 4 രാക്ഷസന്മാരെ സൃഷ്ടിച്ചു. അവരെ ശൂലം കൊണ്ട് രാജാവിനെ കുത്തിക്കൊല്ലുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് രാജാവ് അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഐക്ഷാകു വംശരായിട്ടുള്ള ദല നാട്ടുകാരെ, നിങ്ങൾ ഒരു കാരണവശാലും ഈ കുതിരകളെ വിട്ടുകൊടുക്കരുത്. ഈ കുതിരകൾ ക്ഷത്രിയർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ മരിച്ചു വീണു. ശലൻ മരിച്ചു വീണതറിഞ്ഞിട്ട് ഉടനെ തന്നെ അവൻ്റെ അനുജനായിട്ടുള്ള ദലൻ അവിടെ രാജാവായിട്ട് മാറി. ശലൻ മരിച്ചിട്ട് സഹോദരനായിട്ടുള്ള ദലൻ രാജ്യഭാരം ഏറ്റെടുത്തിട്ടും വാമദേവൻ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. വാമദേവൻ വീണ്ടും ചെന്നിട്ട് തൻ്റെ കുതിരകളെ തിരിച്ചു തരണമെന്ന് പുതിയ രാജാവായിട്ടുള്ള ദലനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠനെ കൊന്നവനും ആയിട്ടുള്ള വാമദേവനെ എങ്ങനെയെങ്കിലും വധിച്ചാൽ മതി എന്നുള്ള ആഗ്രഹവുമായിട്ടായിരുന്നു ദലൻ ഇരിക്കുന്നത്. ദലൻ ആ സമയത്ത് തൻ്റെ സൂതനോട് പറഞ്ഞു, നീ പോയി വിഷം മുക്കിയിട്ടുള്ള അസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് വരൂ. ഇത് ഞാൻ ഇവനെയും ഇവൻ്റെ ശിഷ്യന്മാരെയും ഞാൻ കൊല്ലട്ടെ എന്ന് പറഞ്ഞു. ആ വിഷം പുരണ്ട ശരങ്ങൾ എയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ദലനെ നോക്കിയിട്ട് വാമദേവൻ പറഞ്ഞു, നിനക്ക് അന്തഃപുരത്തിൽ 10 വയസ്സോട്ടുള്ള ഒരു പുത്രനുണ്ടല്ലോ, നീ ചെയ്യുന്ന ആ അസ്ത്രം നിൻ്റെ പുത്രനെ തന്നെ സംഹരിക്കട്ടെ എന്ന് പറഞ്ഞു. വാമദേവനെ ലക്ഷ്യമാക്കി എന്നിട്ടും ദലൻ അസ്ത്രം ചെയ്തു. പക്ഷേ ആ അസ്ത്രം ദിശ മാറി അന്തഃപുരത്തിലുണ്ടായിട്ടുള്ള അവൻ്റെ സ്വന്തം മകനെ തന്നെയാണ് വധിച്ചത്. ഇതറിഞ്ഞ ദലൻ വീണ്ടും കോപാകുലനായിട്ട് വീണ്ടും വിഷം പുരട്ടിയ അസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സൂതനോട് പറഞ്ഞു.
അങ്ങനെ അത് കുലച്ചുകൊണ്ട് വാമദേവൻ നേരെ അത് തൊടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിന്നു. ആ സമയത്ത് വാമദേവൻ പറഞ്ഞു, ദല, നിനക്ക് നിൻ്റെ ശരീരം ഇനി അനക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നീ എത്ര ശ്രമിച്ചാലും നിനക്ക് എൻ്റെ നേരെ അസ്ത്രം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ദലന് തൻ്റെ ശരീരം മുഴുവൻ സ്തംഭിച്ച അവസ്ഥയായി. ദലന് ശരീരം അനക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ അവിടെ സ്തംഭിച്ച് ആ തൊടുത്തവും അസ്ത്രവുമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് വാമദേവൻ പറഞ്ഞു, ഒരു സ്ഥലത്തേക്ക് മാത്രം അമ്പ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നീ അന്തഃപുരത്തിലെ നിൻ്റെ പത്നിയെ അമ്പ ചെയ്ത് കൊല്ലുക. അങ്ങനെയാണെങ്കിൽ നീ സ്തംഭനാവസ്ഥയിൽ നിന്നും പുറത്ത് കിടക്കുമെന്ന് പറഞ്ഞു. ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദലൻ അസ്ത്രം പ്രയോഗിച്ചു. അത് അവൻ്റെ പത്നിയിൽ ചെന്ന് പതിച്ചു. അസ്ത്രമേറ്റ് ആ രാജപത്നി വാമദേവൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ബ്രാഹ്മണനെ പോലും ഒരു രീതിയിലും ദ്രോഹിച്ചിട്ടില്ല. അവരെ ശുശ്രൂഷിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുണ്യലോകങ്ങൾ കിട്ടണമെന്ന് ഞാൻ അങ്ങയോട് വരമായിട്ട് അഭ്യർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. വിപ്രന്മാരെ സംരക്ഷിക്കുന്നവളാണ് ഇവളെന്ന് മനസ്സിലാക്കിയിട്ടുള്ള വാമദേവൻ പറഞ്ഞു, നീ നിൻ്റെ കുലം രക്ഷിച്ചിരിക്കുന്നു. നീ ഇനി മരിക്കില്ല. നിനക്ക് എന്താണ് വരം വേണ്ടതെന്ന് നീ ചോദിച്ചോളൂ. ആ വരങ്ങളൊക്കെ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് രാജപുത്രി പറഞ്ഞു, ഭവാനെ, ഇതുവരെ ചെയ്ത എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും എൻ്റെ ഭർത്താവിനെ അങ്ങ് മോചിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ പുത്രനെ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങ് തയ്യാറാവണം. വാമദേവൻ അനുഗ്രഹം കൊടുത്തു. അങ്ങനെ അസ്ത്രമേറ്റിട്ടും ആ സ്ത്രീ മരിക്കാതെ രക്ഷപ്പെട്ടു. അതോടൊപ്പം തന്നെ അസ്ത്രമേറ്റ് മരിച്ച ദലൻ്റെ പുത്രൻ തിരിച്ചു വരികയും ദലൻ്റെ പാപകർമ്മങ്ങളെല്ലാം ഇല്ലാതാവുകയും ചെയ്തു. ഇത് ബ്രാഹ്മണൻ്റെ തപസ്സുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളായിരുന്നു. അത്രയും ബലവാന്മാരായിട്ടുള്ള ക്ഷത്രിയന്മാരായിട്ടുള്ള രാജാക്കന്മാർക്ക് പോലും ഈ ബ്രാഹ്മണൻ്റെ തപസ്സിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ദലൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വീണ്ടും ധർമ്മിഷ്ഠനായിട്ട് രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അദ്ദേഹം വാമദേവൻ്റെ കുതിരകളായിട്ടുള്ള വാമ്യങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തിരിച്ചു കൊടുത്തു. തൻ്റെ കുതിരകളെ തിരിച്ചു കിട്ടിയിട്ടുള്ള വാമദേവ മഹർഷി തിരിച്ച് ആശ്രമത്തിലേക്ക് പോന്നു. ഇത്രയുമാണ് മണ്ഡൂകോപാഖ്യാനം എന്ന് പറയുന്ന ഒരു കഥാഭാഗത്തുള്ളത്. അടുത്തത് നമ്മൾ മാർക്കണ്ഡേയ സമസ്യാപർവ്വത്തിലെ തന്നെ ബഗശക്ര സംവാദം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് ഇനി കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വൈശമ്പായനനാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താപസ ശ്രേഷ്ഠന്മാരെ കുറിച്ചിട്ട്, വേറെ 2 ചിരഞ്ജീവികളായിട്ടുള്ള താപസ ശ്രേഷ്ഠന്മാരെ കുറിച്ചിട്ട് മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. യുധിഷ്ഠിരൻ ചോദിച്ചു, മഹാത്മാവേ, ഞങ്ങൾക്ക് ബഗനെന്നും ദാൽഭ്യനെന്നും പറയുന്ന 2 ചിരഞ്ജീവികളായിട്ടുള്ള തപസ്വികളായിട്ടുള്ള മഹർഷിമാരെ കുറിച്ചിട്ട് കേൾക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അവർ ഇന്ദ്രന്മാരുടെ സുഹൃത്തുക്കളാണെന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദയവേത് അവരുടെ മഹാത്മ്യത്തെക്കുറിച്ചിട്ട് ഞങ്ങളോട് പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് കേട്ടിട്ട് മാർക്കണ്ഡേയ മുനി പറഞ്ഞു, ഞാൻ ബഗൻ്റെ വൈഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാം. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് അത് കേൾക്കുക. മാർക്കണ്ഡേയ മഹർഷി ആ കഥ പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അതിഭയങ്കരമായിട്ടുള്ള ദേവാസുര യുദ്ധത്തിന് ശേഷം അസുരന്മാരെയെല്ലാം തോൽപ്പിച്ച് ഇന്ദ്രൻ ലോകാധിപതിയായിട്ട് മാറി. അങ്ങനെ ഇന്ദ്രൻ തൻ്റെ പ്രജകളെല്ലാം നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. യഥാകാലം മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. യജ്ഞങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പ്രജകളൊക്കെ വളരെ സന്തോഷത്തിലായി. ആ സമയത്ത് ഇന്ദ്രൻ തൻ്റെ ഐരാവതത്തിൻ്റെ പുറത്ത് തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് പതിവാക്കിയിരുന്നു. ആ സമയത്ത് ഒരു ദിവസം ഭൂമിയിലൂടെ നടക്കുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ള വനത്തിൻ്റെ നടുവിലുള്ള മനോഹരമായിട്ടുള്ള ആശ്രമത്തിൽ ബഗമഹർഷിയെ ഇന്ദ്രൻ കണ്ടുമുട്ടി. ബഗമഹർഷിയെ കണ്ട ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്തു നിന്നിറങ്ങി മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിനെ വണങ്ങി. പാദ്യാർഘ്യങ്ങൾ കൊണ്ട് ബഗമഹർഷിയെ വണങ്ങിയതിന് ശേഷം ഇന്ദ്രൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ആ സമയത്ത് ബഗമഹർഷിയോട് ഇന്ദ്രൻ തൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങ് അനേകായിരം യുഗങ്ങളായിട്ട് ഇവിടെ വസിക്കുന്ന ഒരു മഹർഷിയാണല്ലോ. ചിരഞ്ജീവിയായിട്ടിരുന്നിട്ടും അങ്ങേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ദുഃഖം നിറഞ്ഞവയായിട്ട് തോന്നുന്നുള്ളത്? അത് കേൾക്കണമെന്ന് എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. അങ്ങത് പറഞ്ഞു തന്നാലും. ബഗൻ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭവാനെ, ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരാം. ഏറ്റവും ആദ്യമായിട്ടുള്ളത് അപ്രിയരായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ദീർഘകാലം ജീവിക്കുക എന്നുള്ളത് ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു കാര്യമാണ്. ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകുന്നതും വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പുത്രൻ, ഭാര്യ, ഇവരുടെ മരണം, ബന്ധുമിത്രാദികളുടെ മരണം, ഇതൊക്കെ വളരെയധികം എന്നെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്.
പിന്നെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിലും വലുതായിട്ടുള്ള ഒരു ദുഃഖം എന്താണുള്ളത്? സമ്പത്തില്ലാത്ത നരനെ ബാക്കിയുള്ളവർ നിരസിക്കുന്നു. കുലങ്ങളുടെ ഉൽപ്പത്തികളും കുലങ്ങളുടെ നാശവുമൊക്കെ പലതവണ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ഇന്ദ്ര ഭവാനെ, അങ്ങേക്കും ഇതൊക്കെ അനുഭവത്തിലുള്ളതല്ലേ? കുലത്തിലുള്ളവരെ കുലം മാറി ജീവിക്കുന്നത് അങ്ങേറ്റത്തെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ദേവന്മാർ അസുരന്മാരാകുന്നതും ദേവന്മാർ മനുഷ്യരായിട്ട് മാറുന്നതുമൊക്കെ ഇതൊക്കെ വളരെ ദുഃഖം നിറഞ്ഞ കാര്യങ്ങളാണ്. കുലീനന്മാരായിട്ടുള്ള ആൾക്കാർ നികൃഷ്ടമായിട്ടുള്ള ജന്മങ്ങളിൽ കിടന്ന് വിഷമിക്കുന്നുണ്ട്. സമ്പത്തുള്ളവരുടെ പിടിയിൽ ദരിദ്രന്മാർ കിടന്ന് വിഷമിക്കുന്നു. ഇതിലും വലിയ ദുഃഖം എന്തുണ്ട്? ഇങ്ങനെ പല മട്ടിലും ലോകത്തിൽ ദുഃഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മൂഢന്മാരായിട്ടുള്ളവരെ സമ്പൽ സമൃദ്ധി അനുഭവിക്കുകയും ധർമ്മികളായിട്ടുള്ള ആളുകൾ ദാരിദ്ര്യം അനുഭവിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. മാനുഷികമായിട്ടുള്ള ഇത്തരം അനേകം ക്ലേശങ്ങളെ ഞാൻ അനേകം പ്രാവശ്യം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ദ്രൻ പറഞ്ഞു, ഭവാനെ, ചിരഞ്ജീവികൾക്ക് ദുഃഖമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങ് പറഞ്ഞു. ഇനി ചിരഞ്ജീവികൾക്ക് സുഖം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും. ബഗം പറഞ്ഞു, ഇന്ദ്ര, 8-10 ദിവസം കൂടുമ്പോഴും മാത്രമേ അടുപ്പ് പുകയുന്നുള്ളെങ്കിലും അതിൽ ചീര മാത്രം വേവിച്ച് അത് കഴിക്കുന്നതാണ് ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും ആഹാരം വാങ്ങിച്ച് കഴിക്കുന്നതിലും നല്ലത്. അതാണ് കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം. ഇയാൾ വന്നിട്ട് പോകുന്നില്ലല്ലോ എന്നും ഇയാൾ വന്നിട്ട് ഇത്ര നാളൊക്കെ ആയില്ലെന്നും ഇയാൾ പെരുന്തീനിയാണല്ലോ എന്നും ആ ഗ്രഹത്തിലുള്ളവർ പറയുന്നതിലും നല്ലത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു നേരമെങ്കിലും ഇതുപോലെ ആഹാരം കഴിച്ചിട്ട് സുഖമായിട്ടിരിക്കുന്നതാണ്. അതായത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അപമാനം കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. സുഖമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്വന്തം പ്രയത്നം കൊണ്ട് ആവശ്യത്തിനുള്ള കാര്യങ്ങളിൽ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ സുഖം. വഴിയാത്രക്കാർക്കും ഭൃത്യന്മാർക്കും ബാക്കിയുള്ള ജീവികൾക്കുമൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം സ്വന്തമായിട്ട് ആഹാരം കഴിക്കുന്ന ഗൃഹസ്ഥനാണ് ഏറ്റവും അധികം സുഖം അനുഭവിക്കുന്നത്. എല്ലാ ദിവസവും വഴിയാത്രക്കാർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന ബ്രാഹ്മണൻ അവൻ എത്ര എണ്ണത്തിലുള്ള ചോറുണ്ണുന്നുണ്ടോ അത്രയും എണ്ണം പശുക്കളെ ദാനം കൊടുത്ത പുണ്യം അനുഭവിക്കുന്നു. യൗവനത്തിൽ അവൻ ചെയ്ത പാപങ്ങളൊക്കെ അതോടുകൂടിയിട്ട് നശിക്കുകയും ചെയ്യുന്നു. ദക്ഷിണയോട് കൂടിയിട്ട് ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തു കഴിഞ്ഞാൽ ദാനം കൊടുത്തതിന് ശേഷം അവൻ്റെ കയ്യിൽ നിന്നുള്ള ജലം കുടിച്ചു കഴിഞ്ഞാൽ ഏത് പാപവും അകന്നു പോകും. ഇങ്ങനെ പാപകർമ്മങ്ങളെക്കുറിച്ചിട്ടുള്ള അനേകം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ദേവേന്ദ്രൻ ബഗൻ്റെ അടുത്തു നിന്നും പോയി. അപ്പം ഇന്ന് ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താം. പുതിയ കഥാഭാഗങ്ങളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ ഇത് ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. സ്ഥിരമായിട്ട് കേൾക്കുന്നവരെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. നമസ്കാരം.